നമസ്കാരം. ശബ്ദം പോയിരിക്കുന്നു, പ്രശ്നങ്ങളുണ്ട്, ആന്റിബയോട്ടിക്സിലാണ്. ഇന്നത്തെ ഈ ലൈവ് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി മാത്രം. കാരണം ചില വാർത്തകൾ ഇത് കുറച്ചു കാലമായിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഒരു ന്യൂസ് വന്നു. അത് സംവേർ ഇൻ 22 സെപ്റ്റംബറിൽ മേജർ രവി ജാമ്യമില്ലാ വാറണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തു, കയ്യാമം വെച്ചു കൊണ്ടുപോയി. ഇതൊക്കെ വാർത്തകളാണ്. അതുപോലെ തന്നെ ചില പ്രിന്റ് മീഡിയയിലടക്കം എൻ്റെ ഫോട്ടോ, ഇപ്രാവശ്യം എനിക്ക് പ്രിന്റ് മീഡിയയിൽ ഞാൻ കണ്ടില്ല എന്നങ്ങനെ, പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം പ്രിന്റ് മീഡിയയിലടക്കം മേജറുടെ ഫോട്ടോ ഇട്ടിട്ട് എന്നിട്ട് താഴത്ത് വായിച്ചു കഴിഞ്ഞാൽ തണ്ടർ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫ്രോഡ്, ഒരു അനിൽകുമാർ ലഫ്റ്റനന്റ് കമാൻഡർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു അനിൽകുമാർ ചെയ്ത ഫ്രോഡിസത്തിന് എൻ്റെ പേരത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഉണ്ടെന്നും പറഞ്ഞ് അത് എൻ്റെ ഒരു സിഗ്നേച്ചറോ എൻ്റെ സമ്മതമോ ഇല്ലാതിട്ടിട്ടുള്ള പേരാണ്. അത് ആർക്കും വേണമെങ്കിലും ചെയ്യാം. അപ്പൊ അതിന്റെ പേരിൽ എൻ്റെ പേരിട്ട് കഴിഞ്ഞാൽ ഈ പൈസ ഇവർക്ക് തിരിച്ചു കിട്ടുന്നുള്ള തോന്നലില് അവര് എൻ്റെ പേര് കൊടുക്കുന്നു. മീഡിയ വാസ് വെരി ഹാപ്പി മേജർ രവീനെ ടാർണിഷ് ചെയ്യാൻ. ലെറ്റ് മീ ടെൽ യു ദ പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ് തിങ്. എൻ്റെ ആളുകളോട്, മേജർ രവിക്ക് ഇപ്പം 66 വയസ്സ് കഴിഞ്ഞു. ഇതുവരെ ഒരു ചീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മെലൈനായിട്ടുള്ള ന്യൂസുകൾക്കോ അടിപിടി കേസൊക്കെ കുട്ടിക്കാലത്തുണ്ടായിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ ഒരു സ്ത്രീയെ ശല്യം ചെയ്തെന്നോ സമൂഹത്തിൽ ഞാൻ ആർക്കെങ്കിലും എന്തോ ഉപദ്രവകാരിയായിട്ട് മാറിയിട്ടുണ്ടെന്നുള്ളതിന്റെ പേരിൽ ഒരു കേസില്ല. ഒരു അടിപിടി കേസിൽ എനിക്ക് കേസുണ്ടായിരുന്നു. അത് പട്ടാളത്തിൽ നിന്ന് വന്ന സമയത്തുണ്ടായ ഒരു ചെറിയൊരു സംഭവം. അതല്ലാതെ ഇന്നവരൊന്നും ഉണ്ടായിരുന്നു. അപ്പൊ ആ കേസ് വന്ന സമയത്ത് ഞാനിപ്പോൾ അത് എടുത്ത് നോക്കുകയായിരുന്നു. സെപ്റ്റംബർ 22 ആ സമയത്തൊക്കെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞു. അയാളെ കയ്യാമം വെച്ച് കൊണ്ടുപോയി. ഇതെല്ലാം താഴത്ത് വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേരൊന്നുമില്ല. അപ്പൊ ഇത് ആർക്കൊക്കെ എന്തൊക്കെയോ ഒരു സുഖം കിട്ടുന്ന ഒരു സംഭവം. അപ്പൊ അതായിക്കോട്ടെ. ആ 1.7 കോടിയുടെ കേസ് 2 മാസം മുന്നേ ആലപ്പുഴ കേസ് പോലീസ് ഡിവൈഎസ്പി ഓഫീസിൽ വിശദമായി പരിശോധിച്ച് ഞാൻ അറിയാൻ കഴിഞ്ഞത് ആ കേസ് കോടതിക്ക് തിരിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. ഈ കേസിൽ ഒരു കാമ്പുമില്ല. ഇറ്റ് വാസ് എ ഫാൾസ്ലി അക്യൂസ്ഡ് കേസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ആരെങ്കിലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു മീഡിയ ഇപ്പൊ ഇവിടെ ട്രോളാനും ഇതിനായിട്ടിരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞ എക്സ്പ്രഷൻ ഒക്കെ കാണിച്ചിട്ട് എന്റെ ട്രോളൊക്കെ നടക്കുന്നില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഡസൻ എഫക്ട് മീ മച്ച്. കാരണം എന്റെ ഹൈ BP എന്നൊക്കെ പറയുന്നത് 240 വന്നിട്ടും ഞാൻ വണ്ടി ഓടിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. സോ എന്നെ BP നിങ്ങൾക്ക് കൂട്ടാനോ കുറയ്ക്കാനോ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. ഓക്കെ, അത് ആരാണെങ്കിലും ശരി. പിന്നെ ഈ കേസിന്റെ കാര്യം ഞാൻ പറയാം. ഈ കേസ് ഞാൻ ഇന്നലെയാണ് അറിയുന്നത്. ഞാനത് ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് അണ്ണാ ഇതെന്താണത് എന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴാണ് പറഞ്ഞത് എന്താ ഇരിങ്ങാലക്കുടയിൽ നിന്നൊരു ഫൈനാൻഷ്യൽ ഫ്രോഡ് കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നപ്പം അന്വേഷിച്ചപ്പോൾ എന്താണ് അവിടെയുള്ള ഒരു ഫൈനാൻഷ്യൽ കമ്പനി, ഈ പലിശയ്ക്ക് കൊടുക്കുന്ന പാർട്ടീസിന്റെ ഒരു കമ്പനി, എന്താ IPL എന്ന ICL എന്തോ ഒരു കമ്പനി ഉണ്ട്, ഫൈനാൻഷ്യൽ കമ്പനി. ഇത് പ്രൈവറ്റ് ആണ്. അത് ഇരിങ്ങാലക്കുട കോപ്പറേറ്റീവ് സൊസൈറ്റി, എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഐ ഡോണ്ട് ഈവൻ നോ ദറ്റ്. ഇതിന്റെ ഒരുത്തൻ കേസ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇവന്റെ അടുത്ത് 15 ലക്ഷം, എത്രയാണ്, 12,48,000 രൂപ വാങ്ങിച്ചു. ബേസിക്കലി ഇവനും അതുപോലെ തന്നെ തണ്ടർ ഫോഴ്സിന്റെ ആ ഫ്രോഡായിരുന്ന ഇപ്പൊ മുങ്ങി നടക്കുന്ന പോലീസ് അന്വേഷിക്കുന്ന ആ ലഫ്റ്റനന്റ് കമാൻഡർ എന്ന് പറഞ്ഞ് നടക്കുന്ന ലഫ്റ്റനന്റ് കമാൻഡർ അല്ലാത്ത 10ാം ക്ലാസ് ഗുസ്തി ആയിട്ടുള്ള മനുഷ്യൻ, ഇവനും ആയിട്ടുള്ള ഡീലില് എന്റെ പേരെങ്ങനെ വന്നിരിക്കുന്നു. പിന്നെ എന്റെ പേര് വെച്ചിട്ട് ഈ ഫൈനാൻഷ്യൽ കമ്പനി ഇത് കേസിന്റെ അടുത്ത് കൊടുത്തിട്ട് കോടതിയിൽ കൊണ്ടുകൊടുത്ത് അത് പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പോലീസ് ആദ്യം നിങ്ങളുടെ ആ കേസ് തള്ളിയതല്ലേ, കാരണം അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് FIR ഒന്നുമില്ല. കോടതി കൊടുത്തു. കോടതി സ്വാഭാവികമായിട്ടും അതൊരു ഓർഡറിലാണ്. ആര് കേസ് കൊണ്ടുവന്ന് തന്നാലും അത് നിങ്ങൾ അങ്ങോട്ട് അയച്ച് കൊടുക്കണം പോലീസ് സ്റ്റേഷനിലേക്ക്. ഇതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പോഴത്തേക്കും ഈ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ എവിടുന്നോ ഈ എന്റെ പേരങ്ങ് ലീക്കായപ്പം അതങ്ങ് ആഘോഷിക്കുകയായിരുന്നു. അത് ചില പർട്ടിക്കുലർ ചാനൽസ് മാത്രം. അതിനകത്ത് പിന്നിൽ അതിൻ്റെതായിട്ട് അജണ്ടയും എല്ലാം ഉണ്ട്. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഞാനിത് അറിയുന്നത്. അന്വേഷിച്ചപ്പോൾ എന്താണ് അതിൽ പറയുന്നുണ്ടത്രേ, ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പോയിട്ട് പേഴ്സണലായിട്ട് കാശ് വാങ്ങിച്ചു. എനിക്കൊരു പലിശക്കാരായിട്ട് ഞാൻ പലിശയ്ക്ക് കൊടുക്കുക പലിശയ്ക്ക് വാങ്ങിക്കുന്ന പരിപാടി ഇല്ല. ഞാനത് ചെയ്യാറില്ല. ഞാൻ എൻ്റെ പല ഫ്രണ്ട്സിൻ്റെ കമ്പനിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും അവർ ദേ വിൽ ഗിവ് മീ സംതിങ് ഡിവിഡൻഡ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലാതെ ഞാനായിട്ട് ഒരു പലിശയ്ക്ക് കൊടുക്കുന്നോ അല്ലെങ്കിൽ പലിശക്കാരുടെ അടുത്ത് പോലോ
ഞാൻ ഇന്നവരെ ചെയ്തിട്ടില്ല. പക്ഷെ ഇവൻ ഈ പലിശക്കാരൻ എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ ഒരു പേരിട്ടുള്ള IC സം കമ്പനിയുടെ അവനാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നത്. ഒരു അനിൽകുമാർ എന്നാണ് ഈ വ്യക്തിയുടെ പേര്. എന്റെ പേര് വെച്ചാൽ തന്റെ ഈ 12.5 ലക്ഷം രൂപ കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മനുഷ്യ കിട്ടില്ല. ഞാനതിന് ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കും. ഞാനത് ചെയ്തിട്ടുണ്ട്. തന്റെ തന്നെ ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്ത് ഞാൻ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കിടക്കുന്ന സമയത്ത് 10-35 ലക്ഷത്തോളം ഉറുപ്പ്യ ഞാൻ ചെലവാക്കിയിട്ട് എന്റെ ബാങ്ക്രപ്റ്റ് ആയിട്ട് ഇരുന്ന സമയത്ത് പോലും ആ കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ പ്രോമിസ് ചെയ്താണ് ആ ഓപ്പറേഷൻ ഹോസ്പിറ്റലിൽ ഇരുന്നുകൊണ്ട് അവർക്ക് വീട് വെച്ചു കൊടുക്കുന്നത്. അതെനിക്ക് 16 ലക്ഷം രൂപ ചെലവായി. ആ സമയത്ത് സാജൻ സെക്രട്ടറിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. എന്റെ കുറച്ച് പൈസയും ബാക്കിയെല്ലാം വന്നു, വീട് കെട്ടിച്ചു കൊടുത്തു. ഇങ്ങനെയുള്ളൊരു മനസ്സുള്ള ഒരാൾക്ക് താനിപ്പോ ഈ 12.5 കേസും പറഞ്ഞിട്ട് മേജർ രവീനെ ഇവിടെ ഇട്ടിട്ട് ഉരുട്ടുന്നുണ്ടല്ലോ. അത് കേൾക്കാനും അത് ആഘോഷിക്കാനുമായിട്ട് ഇവിടെ കുറെ ആളുകളുണ്ട്. ഐ റിയലി ലവ് ദാറ്റ് തിങ്. അവരെ കാണുമ്പോഴല്ല, അവരുടെ മുഖം കാണുമ്പോഴും അവർ തമ്മിൽ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ചില ആളുകളെ വിളിച്ചിട്ട്, ഹലോ സാറേ കേട്ടോ, മേജർ രവി സാറ് കുടുങ്ങും, അധികം കുടുങ്ങും. നല്ല സുഖം. നിന്നേക്ക് അസുഖം എനിക്കുണ്ടോ? നിന്റെ ഈ അസൂയയുടെ ആ ഒരു ഫീലിംഗ് എനിക്ക് കേൾക്കുന്ന സമയത്തും കാണുന്ന സമയത്തും ഐ എൻജോയ് ഇറ്റ്. പിന്നെ മിസ്റ്റർ അനിൽകുമാർ തന്നെ ഞാൻ വെറുതെ വിടില്ല. താൻ എനിക്കെതിരായിട്ട് ഇതുപോലൊരു ഡിഫമേഷൻ കേസ് കൊടുത്തിട്ട് ഞാൻ സമൂഹത്തിൽ നല്ലൊരു പേരും പ്രശസ്തിയുള്ള ഒരു വ്യക്തിയായിട്ട് എന്നെ ഇന്നവരെ ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാനിങ്ങനെ. അത് വല്ലവർക്കും താൻ പലിശയ്ക്ക് കൊടുത്ത കാശ് ഈ അനിൽകുമാറിന് ഈ 12 ലക്ഷം രൂപ ഇവൻ പലിശയ്ക്ക് കൊടുത്താണ്. അവൻ അതിലും വലിയ കള്ളനായതുകൊണ്ട് ഇവനെ മുക്കിയിട്ടങ്ങ് പോയി. അതിൽ ആ കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ എന്റെ പേരുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എന്റെ പേര് വെച്ചിരിക്കുകയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ പേര് വെക്കാൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ നോബഡി ഈസ് ഗോയിങ് ടു ബിലീവ് പീപ്പിൾ സച്ച് എ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെയൊക്കെ ഫെയ്ത്ത് ആണ് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ആൻസർ പറയാൻ ഇന്ന് ലൈവിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട സമയമാണ് പോസിറ്റീവായിട്ട്. അപ്പൊ ആ സമയത്താണ് ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ നമുക്ക് വിഷമം. രസിത ഓക്കേടാ. അപ്പോ ഇവൻ പലിശയ്ക്ക് കൊടുത്തു, അവൻ അതും കൊണ്ട് മുങ്ങി. അവൻ വലിയ ഫ്രോഡ്. ഇനിയും കേസുകളുണ്ട്. ഈ 1.7 ആലപ്പുഴത്തെ കേസ്, ഇനി ഗുരുവായൂർ ഇവിടെ ഒരു 2 കോടിയും 3 കോടിയും തടിച്ചിട്ട് അവൻ പോയിട്ടുണ്ട്. പിന്നെ വേറെ പാലക്കാട് ഒരു സ്വാമിയുടെ എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ സിഗ്നേച്ചർ ഇല്ലാതെ എന്റെ പേര് വെച്ചിട്ടുള്ള ഒരു കമ്പനിയിൽ അവനത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും അത് ചെയ്യാതെ. പക്ഷെ ഈ ചോദിക്കുന്നവരും ഈ ആളുകളും കംപ്ലൈന്റ് പോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ പേരവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൺസെന്റ് എവിടെ എന്നുള്ളത് ആരും ചോദിച്ചിട്ടില്ല. കമ്പനി ആക്ട് പ്രകാരം എന്റെ സിഗ്നേച്ചർ വേണം അവിടെ, എന്റെ കൺസെന്റ് വേണം. അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് മീറ്റിങ്ങിനൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒപ്പിട്ടുള്ള മിനിറ്റ് ഷീറ്റുകൾ വേണം. ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചു തന്നില്ല. പിന്നീട് ഇവന്റെ ഫ്രോഡ് കളികൾ മുഴുവൻ മനസ്സിലായതിനു ശേഷം ഞാൻ വക്കീൽ നോട്ടിച്ചറിച്ചു. അഡ്വക്കേറ്റ് സ്മിത വിശ്വശാന്തി, ഷി വാസ് മൈ ലോയർ ആൻഡ് ഹൂ സെൻഡ് ദിസ് നോട്ടീസ് ടു ഹിം ടു റിമൂവ് മൈ നെയിം ഫ്രം ദ ഡയറക്ടർ ബോർഡ്. ഒന്നും ചെയ്തില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററി പഠിച്ച് നോക്കുന്നത്. ഇവൻ നേവിക്കാരനല്ല. കാരണം അവന്റെ ഒരു ഫോട്ടോ നിങ്ങളിത് കാണണത്. കാരണം നിങ്ങൾ പബ്ലിക് ഇത് കുറെ ആയി ഇത് കൊണ്ടു നടക്കുന്നു. ഇനി എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല. അപ്പം ഇവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഇവൻ നേവിക്കാരനാണെന്നും പറഞ്ഞിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഇവൻ നേവിക്കാരനല്ല. അതെങ്ങനെയാണ് ഞാൻ കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫോട്ടോ നിങ്ങളൊന്ന് കാണൂ. ഈ ഫോട്ടോ നിങ്ങൾ കാണുന്ന സമയത്ത് ഇവൻ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടല്ലോ. യെസ്. ഇനി ഈ ഫോട്ടോയുടെ രണ്ടാമത്തെ വേർഷൻ, ഈ റൗണ്ട് സർക്കിൾ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരു പട്ടാളക്കാരന് മാത്രമേ ഇത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നേവിക്കാരന്. ഇവൻ 10ാം ക്ലാസ്സിന് ഗുസ്തിയാണ്, മെട്രിക്കുലേഷൻ ആണ് ഇവന്റെ ക്വാളിഫിക്കേഷൻ. പിന്നെ എങ്ങനെ ഈ അനിൽകുമാർ നായർ എന്ന് പറയുന്ന ഇപ്പൊ അബ്സ്കോണ്ടിങ് ആയിട്ട് ഇവിടെ പോണ്ടിച്ചേരി സൈഡിൽ മുങ്ങി നടക്കുന്ന ഒരുത്തൻ എങ്ങനെ ഈ 2 സാധനങ്ങൾ ഞാൻ റൗണ്ടിലിട്ടിരിക്കുന്നത്? ഒന്ന് ആ പെന്നാണ്. ഈ പെന്നിന് ഇതുപോലെ ഒരിക്കലും യൂണിഫോമിന്റെ സൈഡിൽ ഒരു ഹോൾ ഇട്ടിട്ട് പെന്ന് വെക്കില്ല. അത് യൂണിഫോമിന്റെ കോഡാണത്. രണ്ടാമത് ഇപ്പുറത്തിട്ടിരിക്കുന്ന ഈ വിങ്സ്, ഇത് ഫ്ലയേഴ്സിന്റെ വിങ്സ് ആണ്, വിമാനം പറപ്പിക്കാൻ പറ്റുന്നവരുടെ വിങ്സ്. പിന്നെ അവന്റെ താഴത്തുള്ള മെഡല്, ഈ പച്ച കളറിൽ കാണുന്ന ഈ മെഡല്, ഇത് 9 years സർവീസിന്റെയാണ്. ആ പച്ച 9 വർഷം സർവീസ് ചെയ്താൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. ഇവൻ എന്നോട് പറഞ്ഞിരുന്നത് 7 വർഷമാണ് ഇവൻ സർവീസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അത് വെച്ചത്? ഇതിന്റെ മുകളിലാണ് ഞാൻ എൻക്വയറി നടത്തി നേവിയുമായിട്ട് സംസാരിച്ച സമയത്ത് ഇങ്ങനൊരാള് ഈ സമയത്ത് കണ്ടിട്ടേ ഇല്ല, ആളില്ല. അങ്ങനെ ഇവനെ പൂട്ടാൻ വേണ്ടി ഞാൻ പല സൈഡിലും കൂടെ നോക്കി പ്ലാൻ ചെയ്തപ്പോഴാണ് ഇവൻ ഇവിടുന്ന് മുങ്ങിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്ക് ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ
അത് എന്റെ ബാധ്യതയോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ആരുടെയോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ പേരിട്ടുണ്ട്. എന്നാൽ വേറൊരു സംഭവം വന്ന് ഏതോ ഒരു ബാങ്കിൽ നിന്ന് പൈസ അവൻ അടിച്ചു മാറ്റിയിട്ട് വണ്ടി വാങ്ങിക്കാൻ വേണ്ടി 1 കോടിയോ 2 കോടിയോ മറ്റോ എടുത്തിരിക്കുന്നു. ആ കൊടുത്തിരിക്കുന്ന ബാങ്ക് മാനേജറാണ് ഇപ്പൊ ഈ നോട്ടീസ് അയക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ ബാങ്ക് മാനേജർ അവൻ ആ കള്ളൻ ഏതോ ഒരു ബാങ്കിന്റെ ആണത്, ഞാൻ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ പറയാം. അത് വേറൊരു കള്ളൻ. അവൻ ഇവന്റെ അടുത്ത് കമ്മീഷൻ വാങ്ങിച്ച് ഈ ബോർഡ് ഓഫ് ഡയറക്ടറിന്റെ സിഗ്നേച്ചർ ഇവർ രണ്ടും കൂടെ ഇരുന്നിട്ട് ഒപ്പിട്ടിരിക്കുകയാണ്. കാരണം ഇത് ബുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴാണ് നിങ്ങളുടെ റിക്കവർ ചെയ്യുമെന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് നമ്മുടെ സിഗ്നേച്ചർ ഒന്നും ഇല്ല. അപ്പൊ ഇത്രയും വലിയ ഫ്രോഡുകൾ. അപ്പൊ എങ്ങനെയാണ്? ഈ ബാങ്ക് മാനേജറും അതിന്റെ പാർട്ടാണ്. അവൻ 50 ലക്ഷം കൊടുത്തു, ഇവൻ 1.5 കൊടുത്തു പോയി. പിന്നീട് ഇവനെ പിടിക്കാൻ കിട്ടുന്നില്ല. അപ്പൊ ഞങ്ങളുടെ ബാങ്കിട്ട് തരാൻ വന്നു. അപ്പൊ ഞാൻ എന്റെ വേറൊരു ഡയറക്ടറോട് പറഞ്ഞു, ഒരു വക്കീൽ നോട്ടീസ് അയച്ചേക്ക്, തന്റെ മുന്നിൽ വെച്ചിട്ട് ഞങ്ങൾ ആരെങ്കിലും വന്ന് സൈൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എങ്ങനെ പിന്നെ 1-2 കോടി രൂപ ഇത് കൊടുത്തു? ഇതെല്ലാവരും ഇല്ലെങ്കിൽ കൺസെന്റ് വേണം, ഞങ്ങളുടെ ലെറ്ററെങ്കിലും വേണം, ഇത് ഓക്കെ വി ആർ സൈനിങ്. ഇതൊന്നുമില്ലാതെ ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് ചെയ്ത ഫ്രോഡില് നമ്മൾ എന്തിനു ആൻസർ ചെയ്യുന്നു? അത് തന്നെയാണ് ഇപ്പോഴും മേജർ രവിക്ക് ഇവിടെ വന്നിരിക്കുന്നത്. ഈ കമ്പനി, ഇരിങ്ങാലക്കുട കമ്പനിയിലത്തെ അവൻ പറയുന്നത്, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് മേജർ രവി പേഴ്സണലായിട്ട് വന്നിട്ട് വാങ്ങിച്ചു പോയി എന്നുള്ളതാണ്. ഓക്കെ, തന്നോട് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു. പോലീസിന് പിന്നെ എല്ലാ സംഭവമുണ്ട്. അന്നത്തെ ദിവസത്തിന്റെ ഏത് ദിവസമാണെങ്കിലും ശരി, ഒറ്റ സംഭവം മതി, എന്റെയും അവന്റെയും മൊബൈൽ ടവർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം പോലും ചിന്തിക്കാതെ ഇവൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ കാര്യങ്ങൾ നിങ്ങളോട് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതുപോലുള്ള ഫ്രോഡുകൾ. പിന്നെ ഇവന്റെ കമ്പനിയിൽ ഞാൻ ചില സെലിബ്രിറ്റീസിന്റെ ഫോട്ടോസും കണ്ടിരുന്നു. ഞാനിപ്പോൾ അത് റിവീൽ ചെയ്യുന്നില്ല, അത് പറയേണ്ട ആവശ്യമില്ല. അത് എന്തിനാണ് ആ സെലിബ്രിറ്റി അവിടെ പോയത് എന്നുള്ളത് എനിക്കറിയില്ല. അതിന് താഴ്ത്ത് എഴുതിയിരിക്കുന്ന ബ്രാൻഡ് അംബാസഡർ എന്നോ എന്തൊക്കെയോ ഉണ്ട്. അത് ഞാൻ എങ്ങനെയും കണ്ടുപിടിക്കും. ഇതിൽ ആർക്കോ നല്ല പോലെ ഒരു പട്ടാളക്കാരൻ കാണിച്ചാൽ ഇവനെ പിടിച്ച് കാല് തല്ലി ഓടിക്കണം. ഓക്കെ, ഓടി. ആർക്കാണെന്നുള്ള മനസ്സിലാവുന്നില്ല. സൗമ്യ രാജേഷ് ഒരു പട്ടാളക്കാരനോട് കാണിച്ചാൽ ഇവനെ കാല് തല്ലി ഓടിക്കണം. സൗമ്യ, നിങ്ങളുടെയൊക്കെ വികാരം എനിക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം ഇത് ഇരിങ്ങാലക്കുടയിലെ ഫൈനാൻസ് കമ്പനിയുടെ കാര്യം ഞാൻ പറഞ്ഞു, ആ ഫ്രോഡുകൾ. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നെ വിളിച്ചിട്ട് സാധാപിക്കാനോ, കാരണം ഇതിന്റെ ആക്ച്വൽ എന്താണെന്ന് വെച്ചാൽ പോലീസ് അതിന്റെ എൻക്വയറി നടത്തും, കാരണം കോടതി പറഞ്ഞിട്ടുള്ളതാണ്. ആ എൻക്വയറിയിൽ തന്നെ പോലീസിന് കാര്യം മനസ്സിലാവും, ഞാനും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ ഈ അടിച്ചിരിക്കുന്ന ന്യൂസുകൾ മുഴുവൻ അവിടെ കിടക്കും. ഇതിൽ പോലീസ് തന്നെ ഇതിൽ ഇല്ല എന്നും പറഞ്ഞ് അവർ തിരിച്ച് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത് ആ ന്യൂസ് ഇവിടെ വരില്ല. കാരണം ഈ മഞ്ഞ ന്യൂസ് വായിച്ചിട്ട് നമ്മുടെ തലയ്ക്കകത്ത് മുഴുവൻ ഈ മഞ്ഞ കളറ്, നമ്മുടെ ഞാൻ പറയുന്നില്ലേ, വിസർജിക്കുന്ന ആ ഒരു കളറുണ്ടല്ലോ, അത് തലയിൽ മഞ്ഞ് കയറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കാണുന്നതൊക്കെ അതായിരിക്കും, എല്ലാം നെഗറ്റീവ്. മേജർ രവി കൂടുങ്ങട്ടെ, മേജർ രവി ഇതാവട്ടെ. ചിലവന്മാർ ഇവിടുന്ന് ചില സെലിബ്രിറ്റീസിനൊക്കെ വിളിച്ച് പറയുന്നൊക്കെ ഇയാൾക്ക് എന്താണത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ കുറിച്ച് ബാഡായിട്ടുള്ള ഇമേജ് കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. നിങ്ങളൊന്നും വിചാരിക്കുന്നതല്ല. ആ ആളുകളോടാണ് ഞാൻ പറയുന്നത്. എന്നെ സ്നേഹിക്കുന്ന നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞാൻ മരിച്ചാലും ശരി, ഐ വിൽ നോട്ട് ചീറ്റ് എനിബഡി. എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഒരു വീട് ഞങ്ങളുടെ സ്ഥലത്ത് കൊടുത്തിട്ട് വന്നിരിക്കുകയാണ്. അതൊന്നും ഞാനാരും പബ്ലിസിറ്റി അതൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇതിനകത്ത് ഇങ്ങനൊരു കേസിനകത്ത് ഇപ്പൊ എന്റെ കുറെ ഫ്രണ്ട്സ് വക്കീൽമാരുള്ളത് കൊണ്ട് അവർ ആ കേസ് കൊണ്ട് നടക്കുന്നത്. നേരെ വിളിച്ചത് ഞാൻ കാശ് കൊടുക്കണമെങ്കിൽ ഞാൻ ഈ ദാനം ധർമ്മം ചെയ്യുന്ന ആ കാശായിരിക്കും ഇതിന് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പാവപ്പെട്ടവരെ നിങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കേസും കാര്യങ്ങളൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് എനിക്ക് മനുഷ്യ സ്നേഹികളായിട്ടുള്ള കുറച്ച് വക്കീലന്മാർ, ചൂറുചുറുക്കന്മാർ എന്റെ കൂടെയുണ്ട്. അവരെടുത്തോളും നിങ്ങളോടുള്ളത്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിന്റെ മേൽക്ക് കയറാൻ വേണ്ടിയിട്ട്, നിന്റെ മേലിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ഞാനൊരു വരവുണ്ട് മോനെ. എത്ര വലിയ ഇതിലും വലിയ പണക്കാർ വീഴുന്ന നമ്മൾ കണ്ടതാണ്. ഇപ്പൊ കഴിഞ്ഞ കുറച്ചു ദിവസം മുന്നേയുള്ള ഒരു കപ്പിള് 1200 കോടിയായിട്ട് അങ്ങ് വീണുപോയത്. എവിടെയാന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. ജനങ്ങൾ കൊടുക്കുക, നിങ്ങളെപ്പോഴുള്ള ആളുകൾ കൊടുത്തിരിക്കും. അപ്പൊ എന്നെ മെലൈൻ ചെയ്തിട്ട് ഇതിൽ നിന്ന് സ്കോർ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മഞ്ഞ ചാനലുകാരോടാ പറയുന്നത്. അതിൽ മെയിൻ ആയിട്ടുള്ള പലരും എന്റെ ന്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ചിലവര് അത് ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ അതിനകത്ത് വിശദീകരണം, അതിൽ ട്രോള് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോമികളൊക്കെ കാണുന്നത്. അപ്പൊ ലെറ്റ് us stop that thing now. നമ്പർ 2, വേറൊരു കോർട്ട് ഓർഡർ എന്ന് വന്നിട്ടുണ്ട്. ആ കോർട്ട് ഓർഡർ എന്താണെന്നുള്ള അറിയോ? ഇത് 15 വർഷം 2015 നടന്നിട്ടുള്ള സംഭവമാണ്. ഇവിടുത്തെ ഒരു അവതാരിക ആ സമയത്ത് ഇരുന്ന് പറഞ്ഞു, ദുർഗാദേവിയെ വേശ്യയാണെന്ന് വിളിക്കുന്നതിൽ എന്താണ് തെറ്റെന്നുള്ളത്.
അതൊരു അവരുടെ ചർച്ചയിൽ വന്നിട്ടുള്ളതാണ്. ഡൽഹിയിലുള്ള പ്രശ്നങ്ങളും എല്ലാം കൂടെ ആയിട്ട്. ഞാൻ അതിന്റെ റെഫറൻസിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വേറെ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ സംസാരിക്കാൻ പറഞ്ഞത് ഇന്നത്തെ നമ്മുടെ കുട്ടികളുടെ പോലും സംസ്കാരം തെറ്റിപ്പോകുന്ന എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചാനലുകൾ കണ്ടിട്ട് ഇതുപോലുള്ള ലാംഗ്വേജുകൾ കേൾക്കുന്ന സമയത്ത് അവരും ആ രീതിയിൽ ചിന്തിക്കും. അപ്പൊ ഇതുപോലെ പറയുന്ന ആളുകളെ മുഖത്ത് കാറിത്തുപ്പണം. ചാനൽ പറഞ്ഞിട്ടില്ല, പേര് പറഞ്ഞിട്ടില്ല, കാറിത്തുപ്പണം. നിങ്ങൾ സമ്മതിക്കാൻ ഞാനത് ചെയ്തോളാം എന്നും പറഞ്ഞു. ഇതാണ് എന്റെ ഡയലോഗ്. ഈ ഡയലോഗിനെ 354 അടക്കം വെച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാം, ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് ഈ വ്യക്തിക്ക് ഇത് മനസ്സിലാവുന്ന മേജർ രവി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ഇവരുടെ 8 സ്ഥലത്ത് കോലം കത്തിച്ചു ഈ അവതാരികയുടെ. ഇതില് വരണ്ട് പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് അത് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഒന്നുമില്ല, ഞാൻ പേരും പറഞ്ഞിട്ടില്ല, ഒന്നുമില്ല. അങ്ങനെ എഗെയിൻ ഇവർ പോയിട്ട് കോടതിയിലാണ് കേസ് കൊടുക്കുന്നത്. അപ്പൊ കോടതിയിൽ ചെയ്യുന്നത് കോടതിയിൽ ചെയ്യും. ഇന്നലെ കേസ് അത് വലിയ വെണ്ടക്കക്ഷത്ത് മറ്റേ കോഷ് ചെയ്യാൻ പെർമിഷൻ ഇല്ല, ഫേസ് ചെയ്യണം. അവിടെ ജഡ്ജി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കൃത്യമായിട്ടൊരു വാക്കുണ്ട്. ഇദ്ദേഹം ഒരു ആർമി ഓഫീസറാണ്. ഇറ്റ് ഇസ് ഹിസ് ഡ്യൂട്ടി ടു പ്രൂവ് ടു ദ പബ്ലിക്. അവരോട് അത് പറയണം, യു വർ നോട്ട് റോങ് എന്നുള്ള. അതിന് വിചാരണ വേണം. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല മേജർ രവിയെ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് വിചാരണ നടത്തും എന്നുള്ളതല്ല. ആ ഇംഗ്ലീഷ് ഒന്നിരുന്ന് വായിക്കും. അപ്പം I respect that judge who had given this version and giving me a chance to prove that I haven't done anything wrong, sir. അവരുടെ വികാരത്തിന് അങ്ങനെ പറയാമെങ്കിൽ എന്റെ വികാരത്തിന് ഇതും പറയാം. അത് അന്ന് അവര് ഏഷ്യാനെറ്റ് ചാനലിൽ ഇരുന്നു കൊണ്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് അതേ ഏഷ്യാനെറ്റ് ചാനൽ തന്നെയാണ് ഇപ്പൊ ഇത് പൊക്കിക്കൊണ്ടുവന്നിരിക്കുന്നത്. I don't have any fear factor of saying your name. ആൻഡ് ഈ 2 കേസും ഇപ്പം ആദ്യമായിട്ട് ടെലികാസ്റ്റ് ചെയ്തത് ഇവർ രണ്ടുമായിരുന്നു. ഇപ്പൊ ഇത് എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, കോഷിയല് അത് തട്ടിക്കളഞ്ഞു വന്നു. ആക്ച്വലി ഡിഫമേഷൻ തട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞ് ജഡ്ജി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്ക് ഇതാണ് ക്ലിയർ ആയിട്ട്. ഹീസ് എ സെലിബ്രിറ്റി, ഹീസ് എ സോഷ്യൽ അനിമൽ ആൻഡ് ഹീസ് എൻ ആർമി ഓഫീസർ. ആൻഡ് ഇതുപോലുള്ള അലിഗേഷൻ വരുന്ന സമയത്ത് ഹീ ഷുഡ് ബി ഗിവൻ ദ ഓപ്പർച്യൂണിറ്റി ടു പ്രൂവ് ദാറ്റ് ഹീ ഈസ് നോട്ട് റോങ്, ഐ ആം നോട്ട് റോങ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനുള്ള ചാൻസ്. നേരെ മറിച്ച് കോഷ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വല്ലവർക്കും പറയാം അത് കോഷ് ചെയ്ത് ശരിയായില്ല, അത് അദ്ദേഹത്തിന് ഇൻഫ്ലുവൻസ് ആണുള്ളത്. താങ്ക് യു the High Court judges, whoever has done it. Thank you so much. I'll be coming, sir. I'll be facing and I'll prove that I am not wrong. പക്ഷെ ആ ന്യൂസിനെ പോലും വൃത്തിയായിട്ട് മേജർ രവി ഇപ്പൊ തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകാം. എന്തിനാണ് സർ? നിങ്ങളൊന്നും നിങ്ങളൊന്നും വിചാരിക്കാതെ തന്നെ നിങ്ങളുടെ ഈ ചാനലും ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഞാൻ വളർന്നു വന്നവനാണ്. ഇതൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ രാജീവ് ഗാന്ധി അസോസിയേഷൻ ചെയ്തിട്ട് ഒരു ഫോട്ടോ മാത്രമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. പക്ഷെ അതുപോലും ഞാൻ എവിടെയും വെച്ചിട്ട് ഇങ്ങനെ ഇതെൻ്റെത്, ഇതാണ്, ഇതിനകത്ത് പൊങ്ങച്ചം, ഇതൊന്നും ഉണ്ടായിട്ടില്ല. സോ ഡോണ്ട് ടെൽ മീ ദാറ്റ് യു ക്യാൻ ഹാങ് മീ. ഞാൻ ബുള്ളറ്റുകളെ ഫേസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെയാണോ ആ ബുള്ളറ്റിന്റെ അറ്റാക്കിനെ ഫേസ് ചെയ്യാമെങ്കിൽ നിങ്ങളെപ്പോലുള്ള ഈ ഊച്ചാളി സൈബർ അറ്റാക്കുകൾ ഐ ജസ്റ്റ് സ്മൈൽ ഇറ്റ് ആൻഡ് ഗിവ് ഇറ്റ് അവേ. ഓക്കെ, സോ ഡോണ്ട് എവർ ട്രൈ ടു സ്പോയിൽ മൈ മൂഡ്. അതിന്റെ മൂഡ് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല ഇനി. കാരണം ഞാൻ വളരെ സാത്വികനായിരിക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു ഫയർ ഉണ്ട്. ഡോണ്ട് ഗോ ബൈ മൈ ഏജ്. ഐ എം സ്റ്റിൽ അറ്റ് ദാറ്റ് 30 വിത്ത് എ കമാൻഡോസ് മൈൻഡ്. ഐ വിൽ റിമെയിൻ ലൈക്ക് ദാറ്റ്. നിങ്ങൾ ഈ സൈബർ അറ്റാക്കുകളും അതെന്തെല്ലാം പറഞ്ഞിട്ട് അത് എൻ്റെ ആളുകളോട് എനിക്ക് പറയാനാണ് ഞാൻ എൻ്റെ ചാനലിൽ എൻ്റെ ഫേസ്ബുക്കിൽ വന്നുകൊണ്ട് ഞാൻ പറയുന്നത്. ഇവർ പറയും 10 പേര്, ഇവരത് പറഞ്ഞു കൊടുക്കും ഇതാണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത്. അപ്പൊ ഇനിയും ഈ ന്യൂസ് വായിച്ച് നിങ്ങൾ ആരും വിഷമിക്കരുത്. ഒരിക്കലും എന്നെക്കുറിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ നിങ്ങളുടെ അതേ മേജർ രവി, നിങ്ങൾ വിശ്വസിക്കുന്ന അതേ മേജർ രവി ആയിരിക്കും. അതിൽ നിങ്ങൾ എന്ത് ചെയ്താലും ശരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നും ഉണ്ടായിരിക്കും. അതെന്റെ മൈൻഡാണ്. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും എല്ലാം ഉണ്ട് ഈ കംപ്ലൈന്റ്. യു ആർ ഫോർ ദ പബ്ലിക്, ഐ വിഷ് വി വർ ദ പബ്ലിക് എന്ന് എന്റെ ഭാര്യ എപ്പോഴും പറയും. ഞാനൊരു പബ്ലിക് ആയാൽ മതിയായിരുന്നു, ബിക്കോസ് യുവർ മാക്സിമം ടൈം ഈസ് ഫോർ ദ പബ്ലിക് എന്നുള്ളത്. ഞാൻ അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളോട് ഉത്തരം പറയണമെന്നുള്ളത് എന്റെ കടമയാണ്. ഞാനത് ചെയ്തു. അതിനുവേണ്ടി മാത്രമാണ് ഞാനിവിടെ വന്നിരുന്നതും ഈ ഒരു ഇതിൽ വന്നത്. നിങ്ങൾക്ക് ആരോടും എനിക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല. ഗോഡ് ബ്ലസ് യു ഷെരീൻ, രമ, ഗോഡ് ബ്ലസ് യു സർ, താങ്ക് യു. കേദേവ് കണ്ണുപിടിക്കുന്നില്ല. ജ്യോതി, എല്ലാവരുടെ അടുത്തും താങ്കൾ BJP-യിൽ നിന്ന് രാജിവെച്ചാൽ അന്ന് തീരും കേസ്. പുരുഷോത്തം കറക്റ്റ്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അതൊക്കെ പേടിച്ചിട്ട് പുരുഷോത്തം നമുക്ക് ജീവിക്കാൻ പറ്റുമോ? എല്ലാവർക്കും ഇല്ലേ ഐഡിയോളജി എന്തെല്ലാം. ഇന്ന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് BJP-കാർ മാത്രമല്ല. ഐ ഗോട്ട് ബെസ്റ്റ് ഗുഡ് ഫ്രണ്ട്സ് ഇൻ മാർക്സിസ്റ്റ് പാർട്ടി ഓൾസോ, കോൺഗ്രസ് ഓൾസോ. ഐ ഗോട്ട് മെന്റേഴ്സ് ഇൻ കോൺഗ്രസ്.
മെന്റൽസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് അത് നീ ചെയ്ത് ശരിയല്ല. നീ എന്ന് വിളിക്കാൻ അധികാരമുള്ള ലീഡേഴ്സ് ഇന്ന് പല പാർട്ടിയിലും ഉണ്ടെങ്കിൽ ഞാനവരൊന്ന് നീ എന്ന് വിളിക്കുമ്പോൾ എന്നെ താങ്കളെന്ന് വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ള നേതാക്കന്മാർ. കാരണം വെച്ചാൽ അവർ അത്രയും മുതിർന്നവരാണ്. സോ ഐ ഫീൽ വെരി ക്ലോസ് വെൻ ഐ കോൾ സംബഡി ഡാ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ആധികാരിത്വം തോന്നും. അങ്ങനെയുള്ള ആളുകളുള്ള അവരുടെ മുന്നിലേക്ക് ജീവിക്കുന്ന എന്നെ നിങ്ങൾ ഈ സൈബർ അറ്റാക്കും കൊണ്ട് വരല്ലേ മക്കളെ. ഇതിലും വലിയ ബുള്ളറ്റ് അറ്റാക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടിരിക്കുകയാണ്. ജീവിക്കാൻ ഒരു താല്പര്യമില്ല. കാരണം എന്നെനിക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് ഒന്ന് മരിക്കാൻ എനിക്ക് ഭയമില്ലടോ. അതിലും വലുതൊന്നും ഇല്ലല്ലോ പിന്നെ. സോ ഡോണ്ട് ട്രൈ ടു ഷോ ദിസ് ഓലപ്പാമ്പനെയും കാണിച്ചുകൊണ്ട് ഇങ്ങനെ പേടിപ്പിക്കില്ല. അതുകൊണ്ട് നിർത്തൂ. നിങ്ങളത് നിർത്തണ്ട. നിങ്ങൾ സൂചിച്ചോ, നിങ്ങൾ ട്രോൾ ചെയ്തോ, അത് ചെയ്തോ, ഇത് ചെയ്തോ, നിങ്ങളെ ഞാൻ പ്രൂവ് ചെയ്യും. ഇപ്പം എന്തായി, ആലപ്പുഴ കേസിൽ ഇത് കഴിഞ്ഞു, ഒരാളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലല്ലോ, എന്റെ ആ കേസ് തള്ളിയതല്ലോ. ഇതുപോലെ നിങ്ങൾ നാളെ ഈ കേസ് ഇവിടുന്ന് തള്ളിപ്പോകുന്ന സമയത്ത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അന്ന് ഞാൻ പത്രസമ്മേളനം വിളിച്ചിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാമെന്ന് ഞാൻ തരും. ഇറ്റ്സ് മൈ വേർഡ്. ബിക്കോസ് ഐ ഗോട്ട് ദ കോൺഫിഡൻസ് ദാറ്റ് ഐ എം റൈറ്റ് ആൻഡ് ഐ വിൽ പ്രൂവ് ഇറ്റ്. ഈ ഫ്രോഡ് പലിശയ്ക്ക് കൊടുക്കുന്നവന്മാരൊക്കെ എന്റെ 12 ലക്ഷത്തിനാണ്. ഇന്ന് എന്റെ ഫ്രണ്ട്സ്, എനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട്, ഇവിടെ നിന്ന് വിളിച്ചാൽ മതി 10 കോടി കൊണ്ടുവരാൻ, ഒരു നിമിഷത്തിൽ കൊണ്ടുവരാനുള്ള ഫ്രണ്ട്സ് എന്റെ കയ്യിലുണ്ട്. അങ്ങനെയുള്ള ഫ്രണ്ട്സിനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ എന്നെ പാർട്ടിപരമായിട്ട് ഞാൻ ഈ പാർട്ടിക്കാരൻ ആ പാർട്ടിക്കാരൻ അല്ല. ഞാൻ പറയാം, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഐ ഗോട്ട് ഇറ്റ് ഇൻ മാർക്സിസ്റ്റ് പാർട്ടി. എനിക്ക് ഭയങ്കര ഡിഫറൻസുകളാണ്. ഞാൻ അവരുടെ അടുത്തെല്ലാം പാർട്ടിയെ സമ്മതിക്കും. പക്ഷെ ഇൻഡിവിജ്വലായിട്ട് ദേ വിൽ ഡൈ ഫോർ മീ, ഐ വിൽ ഡൈ ഫോർ ദം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ പാർട്ടിയും പഠിപ്പിക്കേണ്ട, രാഷ്ട്രീയവും പഠിപ്പിക്കേണ്ട, ജാതിയും പഠിപ്പിക്കേണ്ട, മതവും പഠിപ്പിക്കേണ്ട. നിങ്ങൾ എനിക്ക് ഇട്ടിട്ട് ഒന്നും ഉണ്ടാക്കാൻ വരണ്ട. ഓക്കെ, സോറി ടു യൂസ് ദിസ് വേർഡ് ബൈ ബിക്കോസ് തലയ്ക്ക് മീതെ പോയിരിക്കുന്നു. നമ്മൾ അവിടെ വയനാട്ടിൽ പോയിട്ട് ഇതെല്ലാം ചെയ്തു വന്നിട്ട് ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 3 പേരും, ഞാനും ലാച്ചാറും മന്ത്രിയുമായിട്ടിരുന്നിട്ട് വയനാട്ടിലത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് വരുമ്പോഴാണ് ഈ സാധനം വരുന്നത്. അപ്പൊ മന്ത്രി അദ്ദേഹം പറഞ്ഞെന്താണ്, നമുക്കിത് പെട്ടെന്ന് തുടങ്ങാം സർ. അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരോ, അല്ലെങ്കിൽ ഞാനിത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഭരിക്കുന്നത്, അവരായിട്ട് സംസാരിക്കുക. ഞാൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, വിശ്വശാന്തി അതിന് വേണ്ടിയിട്ടാണ്. അതിനാണ് ലാൽ സാർ ഇന്നലെ വയ്യായിരുന്നു. ഹി വാസ് ഓൾമോസ്റ്റ് ഹോസ്പിറ്റലൈസ്, സ്റ്റിൽ ഹി കേം ആൻഡ് സാറ്റ് ദേർ. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള എല്ലാം കാണുമ്പോൾ ഐ കൻ ലാഫ്. ഓക്കെ, ഇത് എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തു, നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് മേജർ റിവ്യൂ തേജോബോധം ചെയ്യാൻ ആർക്കും സാധിക്കുന്ന പ്രശ്നമുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം ഉണ്ടെങ്കിൽ ഒരു ടേബിൾ ഇരുന്ന് ഇത് തീർക്കും. അത് വരില്ല, ഒരാളും എന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇതൊന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഈ ചീപ്പ് ചാനലുകാർക്ക് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചിട്ട് വിറ്റിട്ടാണ് അവർക്ക് ജീവിക്കാൻ, വിൽക്കട്ടെ. സോ എനിവേ, അത് പോട്ടെ. ഇനി നിങ്ങളോട് എനിക്ക് ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ശബ്ദം ഇല്ലാത്തതുകൊണ്ട് ആന്റിബയോട്ടിക്സിൽ പോവാണ്. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ സമൂഹത്തിൽ കുട്ടികളെ വളർത്തുന്ന സമയത്ത് എങ്ങനെയാണുള്ളത്. ഇന്ന് നിങ്ങൾ ഒന്ന് കൽക്കട്ടയിലേക്ക് ഒന്ന് നോക്കൂ. ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കാനുള്ള മനസ്സില്ല. അവിടെ ഒരു PG വിദ്യാർത്ഥി, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡോക്ടറിനെ 15-ൽ കൂടുതൽ പേര് റേപ്പ് ചെയ്തിട്ട് ആ കുട്ടിയുടെ കൈയും കാലും ഒടിച്ച്, പെൽവിക്ക് ബോൺ അടക്കം ഒടിച്ച്, മുഖം ജീർണിച്ചിട്ട് മരിച്ചുപോയതിനു ശേഷം ഇവന്മാർ പറയുന്നു ആത്മഹത്യയാണ്. അത് ആരാണ് പറഞ്ഞിരിക്കുന്നത്? ആ കോളേജിന്റെ നെറികെട്ട ഡീൻ എന്ന് പറയുന്ന ഒരു അധ്യാപക വിഭാഗത്തിന് പോലും പേരുദോഷം വരുത്തുന്ന ഒരുത്തം പറഞ്ഞിരിക്കുകയാണ്. റേപ്പല്ല അത്. എന്താണ് കാരണം? ഈ റേപ്പ് ചെയ്തിരിക്കുന്ന 15 എണ്ണത്തില് 10-ലധികം പേര് MLAസിന്റെയും MP-മാരുടെയും മക്കളായിരുന്നു. ഇവന്മാരെങ്ങനെ ഈ മെഡിക്കൽ കോളേജിൽ വന്നിരിക്കുന്നത്? അവിടെ പഠിക്കുന്നവന്മാരെ കൂടെ വന്ന് ഈ അട്രോസിറ്റിയും ചെയ്ത്, ആ കുട്ടിയുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കും. നിങ്ങളുടെ സ്വന്തം കുട്ടിക്കാണ് ഇതുപോലെ ഒന്ന് വരുന്നെങ്കിൽ. ഞാനത് കേട്ടപ്പം, എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ എന്നാണ് ഞാൻ കേൾക്കുന്നത്. ആ ക്രൂസം സിറ്റുവേഷൻ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്കറിയില്ല ഇങ്ങനത് എന്ത് മാനസികാവസ്ഥയാണ്. ചിലപ്പോൾ ഞാൻ ആലോചിച്ച് ഇതാണ്, ഒരു 15 പേര് ഒരുമിച്ചൊരു കുട്ടിയെ റേപ്പ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരുത്തനെങ്കിലും സ്വബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അവൻ പറഞ്ഞില്ല വേണ്ട മക്കളെ. പക്ഷെ ഈ 15 രാക്ഷസന്മാരെ ഒരുമിച്ചിട്ട് ആ കൽക്കട്ടയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് കേൾക്കണോ? സോറി, എന്തെന്നാലും ശരി, എന്റെ മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്ക്, ആൺകുട്ടികളും പെൺകുട്ടികളും കൂടുതൽ അടുക്കുന്നു, കൂടുതൽ മിക്സ് ആവുന്നു, അതുകൊണ്ടാണ് റേപ്പുകൾ സംഭവിക്കുന്നത്. ബുൾഷിറ്റ്. ഒരു മുഖ്യമന്ത്രി പറഞ്ഞതാണ്. നിങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യുന്നുണ്ടോ? നമ്മളെപ്പോഴും പെൺകുട്ടികളെ ഡ്രസ് ചെയ്തത് ശരിയായില്ല, പെൺകുട്ടികൾ അതായി, പെൺകുട്ടികൾ എല്ലാം പെൺകുട്ടികളുടെ അടുത്ത് കുറ്റം.
ആ പെൺകുട്ടി അവിടെ ക്ഷീണിച്ച് ഓവർ ടൈം അവർ PG ചെയ്യുന്ന സമയത്ത് 24 hours വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന് എനിക്കറിയാം. അവർ പറയും ക്ഷീണിക്കും സർ, എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി. ആ കിടന്ന് മാത്രമേ ആ കുട്ടിക്ക് ഓർമ്മയുള്ളൂ. അതിനുശേഷം ഷി ഹാഡ് ഗോൺ ത്രൂ സോ മച്ച് ഓഫ് എഗണി. അച്ഛനമ്മമാരോട് റിക്വസ്റ്റ്, ആൺകുട്ടികളെ വളർത്തുമ്പോഴും ആ വാല്യൂസ് പഠിപ്പിച്ചു കൊടുക്കും. ഞാനിപ്പം എന്റെ അക്യൂസിഷൻ ഉണ്ട്, ഏഷ്യാനെറ്റിന്റെ ആ അവതാരിക പറഞ്ഞിരിക്കുന്നത് 354 അറ്റംപ്റ്റ് സെക്ഷൽ അസോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കറിയില്ല എന്റെ കപ്പാസിറ്റി ഇത്രയധികം ഉണ്ടോ. ഞാൻ ഈ എറണാകുളത്ത് ഇരുന്നുകൊണ്ട് ട്രിവാൻഡ്രത്ത് ഇരിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ ചാർജൊക്കെ എനിക്ക് കേൾക്കിയത്. അപ്പൊ എനിക്ക് ജഡ്ജ് അദ്ദേഹം തന്നിരിക്കുന്ന ആ ഒരു അവസരത്തിന് ഞാൻ ശരിക്കും പറഞ്ഞ ഇറ്റ്സ് എ ഗോഡ് വില്ലിംഗ് തിങ്. I'll come personally to the court and I'll be talking for myself. My lawyer will be there. But I want to talk from the heart of bottom of my heart. How somebody can accuse someone like me, ഞാൻ പറയാത്ത കാര്യങ്ങളെ വെച്ചുകൊണ്ട് എന്നെ അക്യൂസ് ചെയ്ത്, അത് അവർ തന്നെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുള്ള ആ ഫയൽ ഞാൻ കണ്ടതാണ്, ആ ഡെസ്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് ഈ കേസ് കൊണ്ടുവരുന്നത്? അപ്പോ ഇവിടെ മാതാപിതാക്കളോട് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് പ്ലീസ് ടീച്ച് ദം ദ വാല്യൂസ്. ഇതുപോലുള്ള ഇൻഹ്യൂമൻ പണികൾ, നിങ്ങൾക്ക് പൈസയുള്ളവരുടെ മക്കളാണെങ്കിൽ ബി വെരി കെയർഫുൾ. അവർ വഴിതെറ്റി പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇതുപോലുള്ള കൽക്കട്ട ഡോക്ടർമാർ ഇനിയും അനുഭവിക്കേണ്ടി വരും. എന്നിട്ട് അതുപോലുള്ള അവിടെ ഇരിക്കുന്ന ഒരു മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ആവുന്നതുകൊണ്ടാണ് ഈ റേപ്പ് നടക്കുന്നത്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദ ലോജിക് ബിഹൈൻഡ് ഇറ്റ്. ഐ എം സോറി. അതില് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നമ്മുടെ കുട്ടികളെ ആരും ഇതുപോലുള്ളൊരു ക്രൈമില് പെട്ട് കാണാതിരിക്കാൻ നിങ്ങൾ പേരൻസ് ഓരോരുത്തരും ശ്രദ്ധിക്കുക. അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. 5 മിനിറ്റ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഹ്യൂമൻസ് ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ, ഹൗ ടു ഗീവ് ദ റെസ്പെക്ട് ടു ദ വുമൻ എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നോബഡി വിൽ ഡെയർ. ഇത് ഈ 15 ഒരുമിച്ചിട്ട് ഇവന്റെ എല്ലാം മൈൻഡ് ഒരേമാതിരിയായിരുന്നു. ഏതെങ്കിലും എടുത്തിനൊന്ന് ബാക്ക് ഔട്ട് ചെയ്തിട്ട് എടാ വേണ്ട അത് എന്ന് പറഞ്ഞില്ല. ജസ്റ്റ് ഇമാജിൻ. എനിവേ, വെറുതെ നമ്മൾ ഇമോഷണലായിട്ട്. സോ താങ്ക് യു സോ മച്ച്. എല്ലാവരുടെ നന്ദിയുണ്ട് നിങ്ങൾ എന്നെ വന്ന് കേട്ടതിനും. ഇത് നിങ്ങളോട് പറയേണ്ട കടമ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ലൈവിൽ വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേറെ പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തു തീർക്കാനുണ്ട്. വയനാട്ടിലേക്ക് പോയി ആ സ്കൂളിന്റെ പരിപാടിയാണ് ഞങ്ങൾ ആദ്യം അത് മന്ത്രി എഗ്രി ചെയ്തു. ഇതൊക്കെയാണ് ഡെവലപ്പ് നടക്കുന്നത്. ഒരിക്കലും ഞങ്ങൾ പിന്മാറില്ല. ആ പറഞ്ഞതിൽ ഞങ്ങളുടെ സൈഡിൽ നിന്ന്, വിശ്വശാന്തി സൈഡിൽ നിന്ന് ലാൽ സാറിന്റെ ഇൻസ്ട്രക്ഷൻ അതാണ്. രവി സാർ എന്ത് തന്നെയും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മാക്സിമം ഗവൺമെന്റ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ നിന്ന് നമ്മുടെ പരിപാടി അങ്ങ് തീർത്തു കൊടുക്കാം. സോ വി വിൽ ബി ഡൂയിങ് ദാറ്റ്. വി ഓൾ വിൽ ബി ദർ. വിശ്വശാന്തി വിൽ ബി വിത്ത് വയനാട് along with the government, and government agreed to do whatever demand we are putting up. They will give it accordingly. We will rebuild Wayanad. And once again requesting, thousands of people have died over there. Please think about them. ഒരു രൂപയെങ്കിലും ഒരു രൂപ സപ്പോർട്ടോടെ കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെങ്കിലും പോവുക. ഒന്ന് അവരെ കണ്ടിട്ട് 5 മിനിറ്റ് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു സോ മച്ച്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. ഇവിടെ വന്ന് എല്ലാം കേട്ടിരുന്ന ആ പെൺകുട്ടിയുടെ ടെൻഷൻ, ആ പെൺകുട്ടിയെ മെൻഷൻ ചെയ്തല്ലോ. റെസ്പെക്ട് യു സർ. രജനി അനിൽ, താങ്ക് യു. അത് കിടന്നു. കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. We were talking to them and I understood everything from there. It was too much. പക്ഷേ അവിടെയുണ്ട് ദൈവം എന്ന് പറഞ്ഞില്ലേ. യുവന്മാരെന്താ ചെയ്തിരിക്കുന്നറിയോ? അവിടുത്തെ ഒരു വാച്ച്മാന്റെ തലയ്ക്ക് കേസിട്ടുകൊണ്ട് അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ടു. ഈ ഡീൻ എന്ന് പറയുന്ന മനുഷ്യപ്പറ്റില്ലാത്ത, ശമ്പളം മാത്രം വാങ്ങിക്കുന്ന, ഒരു വിധത്തിലുള്ള ഗുരുനാഥന്റെ ക്വാളിറ്റീസും ഇല്ലാത്ത ഈ ഡീൻ, അവൻ ഒരു വാച്ച്മാനെ പിടിച്ച് അതിന്റെ തലയിലിട്ടു. പക്ഷെ അപ്പുറത്ത് വന്നു ആരെന്നറിയോ? അതേ ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഡോക്ടർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറഞ്ഞു 150ഓളം മില്ലിഗ്രാം സെമൻ ആ കുട്ടിയുടെ ശരീരത്തിൽ നിന്നെടുത്തു. ദാറ്റ് മീൻസ് വാട്ട്? മിനിമം ഒരു 7 to 8, 10, അങ്ങനെ നോക്കിയാലും 15 പേര് ആ കുട്ടിയെ റേപ്പ് ചെയ്തിരിക്കുന്നു. സോ ദൈവമുണ്ട്. കേസ് വിൽ കം അപ്പ്. ഇല്ലെങ്കിലോ ഇതൊക്കെ CBI ഏറ്റെടുത്തിട്ട് ഇവമാർക്കൊക്കെ പാഠം പഠിപ്പിക്കണം. താങ്ക് യു സാറ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ മാത്രമാണ് ശരിയായ ആക്ഷൻ എടുക്കുന്നത്. ഈ അടുത്ത് കഴിഞ്ഞ ആരും എഴുതിയിരിക്കുന്നത് ഡൊമിനിക്, ഐ അഗ്രി ദാറ്റ്. യെസ്, ആ കാര്യത്തിൽ ഞാൻ പറയുന്നുണ്ട്. നമ്മൾ സ്റ്റിൽ വി വാല്യൂ ദ റിലേഷൻഷിപ്പ്. We should be proud that yes, Malayalis don't go into these kind of
ഒരു രാക്ഷസ സ്വഭാവത്തിലൊന്നും നമ്മൾ പോകാറില്ല. പെൺകുട്ടികളെ ആൺകുട്ടികൾ കളിയാക്കൽ അതൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് അവർക്ക്. ആ ലിമിറ്റ് അവർ ക്രോസ് ചെയ്യുന്നില്ല. അങ്ങനെ തന്നെ പോട്ടെ. എല്ലാ കുട്ടികളോടും പറയുന്നു, നല്ല കുട്ടികളായിട്ട് വളരൂ. ഞാനൊക്കെ ഇനി എത്ര കാലം ഉണ്ടാവുമെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് മേജർ രവിയെ നിങ്ങൾ സംശയിക്കേണ്ട. ഈ കേസ് കഴിഞ്ഞ പ്രാവശ്യം വന്ന 1.7 കോടിയുടെ കേസ് വന്ന പോലെ തന്നെ ഇതും പോവും. ഈ മനുഷ്യൻ ഞാൻ കണ്ടിട്ട് പോലുമില്ല, ഈ പലിശയ്ക്ക് കൊടുക്കുന്ന ഈ ആരാണ് കേസ് കൊടുത്തിരിക്കുന്നില്ല, ഇവനൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. അതിപ്പോൾ ഏതായാലും പ്രൂവ് ചെയ്ത് വരട്ടെ പോലീസിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞിട്ടായിരിക്കും ഇവന്റെ ഡിഫമേഷനും ഇവനെ ഞാൻ ചെയ്യാനുള്ളത്. അത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ വരാൻ വിചാരിക്കും നമുക്കൊന്നും പവറില്ല. നമുക്ക് പവർ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുന്ന എന്താണ്? ലിവ് ആൻഡ് ലെറ്റ് ലീവ്. ഇതാണ് എൻ്റെ പോളിസി. പക്ഷെ എന്നെപ്പം ലെറ്റ് ലീവ് തരാത്തതുകൊണ്ട് നിന്നെ ഞാൻ ഐ വിൽ നോട്ട് സ്പെയർ യു. താങ്ക് യു സോ മച്ച്. നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു. വൺസ് അഗൈൻ എന്നെ വിശ്വസിച്ച് എന്നെ കേട്ടവരോടും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. ശ്രീകിരൺ മേജർ സാറിന് ഒപ്പം താങ്ക് യു. ഗ്രേറ്റ് സർ, ബീന, എല്ലാവരോടും. നിസാമുദ്ദീൻ കല്ലറ വാച്ചിങ്. ഓക്കെ, അനൂപ് ഇടയൂർ, താങ്ക് യു. രാഷ്ട്രീയം എന്തും ആയിക്കോട്ടെ സാറേ, എന്നെ പോലെയുള്ളവർ സാറിൻ്റെ കൂടെയുണ്ട്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു. ജയ് ഹിന്ദ്.